ദേവലക്ഷ്മി ഭാഗം 24. രാത്രിയിൽ ആദ്യ റൂമിലേക്ക് വരുമ്പോൾ ഗൗരി കുട്ടികളെ മേല് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയായിരുന്നു. ആദ്യ കണ്ടതും കുട്ടികൾ ഡാഡി എന്ന് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടി. ആദ്യ അവരെ രണ്ടാളെയും എടുത്ത് ബെഡിൽ കിടത്തി. ഒരു സൈഡിലായി ആദിയും മറ്റേ സൈഡിൽ ഗൗരിയും കിടന്നു. ആ നിമിഷം ആദ്യ വളരെ സന്തോഷവാനായിരുന്നു. താൻ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന നിമിഷം. താനും തൻ്റെ പ്രാണനും ഞങ്ങളുടെ പൊന്നോമനകളും. നാളെ നടക്കാൻ പോകുന്നത് എന്തെന്നറിയാതെ സന്തോഷത്തോടെ എല്ലാവരും ഉറങ്ങി. എന്നാൽ ഇതേ സമയം ഗിരിയും ആരവും ബാംഗ്ലൂരിൽ എത്തിയിരുന്നു. ഇതിനിടയിൽ ആദിയുടെ ആളുകൾ തങ്ങളെ പിന്തുടരുന്നതായി ആരവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരവ് തൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയത്. ശേഷം ആരവ് വേറൊരു ഫോണിൽ പുതിയൊരു സിം ഇട്ടതിന് ശേഷം പൂജയെ വിളിച്ചു. കാരണം ആദിക്ക് തൻ്റെ നമ്പർ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ്റെ ആളുകൾ തൻ്റെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹലോ ഡി പൂജ, ഞാൻ ആരവ്. ഞങ്ങൾ ബാംഗ്ലൂരിലെത്തിയിട്ടുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. തൃശ്ശൂരിൽ നിന്നും ഇങ്ങ് വരെ ആദിയുടെ ആൾക്കാർ ഞങ്ങളെ പിന്തുടർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്ക്. ഗൗരിയുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു നേഴ്സിനെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അവളെയോ കുട്ടികളെയോ പൊക്കാൻ പറ്റിയ അവസരം അവൾ നമുക്ക് ഒരുക്കിത്തരും. അതുവരെ നമ്മൾ എടുത്തുചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരവ് കോൾ കട്ട് ചെയ്തു. അല്ലടാ ആരവ്, നിനക്ക് ആ ആദ്യ പേടിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് ഗിരി ചോദിച്ചു. നിനക്കറിയില്ല അവനെ. ദേഷ്യം വന്നാൽ തനി ചെകുത്താനാണ്. അതുകൊണ്ട് തന്നെ അവനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. നല്ലൊരു പ്ലാനോട് കൂടി മാത്രമേ അവനോട് ഏറ്റുമുട്ടാൻ പറ്റൂ. അപ്പോഴാണ് ആരവിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഡാഡി ആണല്ലോ. ഹലോ ഡാഡി. ഡാ ആരു, നീ ആ ആദ്യയെ പേടിച്ച് മുങ്ങിയതാണല്ലേ? നാളെ നിനക്ക് അവന് പണി കൊടുക്കാൻ പറ്റിയ ഒരു അവസരം വന്നിട്ടുണ്ട്. അവസരമോ? എന്താ ഡാഡി ഈ പറയുന്നത്? ഡാ ആരു, നാളെ ഞാൻ ഉൾപ്പെടെ അവനും ജിത്തുവിനുമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ഡിസ്കഷൻ ഉണ്ട്. വലിയൊരു പ്രോജക്റ്റാണ്. നാളെ നിൻ്റെ പ്ലാൻ വർക്കൗട്ട് ആക്കിയാൽ നമുക്ക് രണ്ടാണ് ലാഭം. ഒന്ന്, ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടും. രണ്ട്, നീ ആഗ്രഹിച്ച പെൺകുട്ടിയെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് അർണവ് ഫോൺ കട്ട് ചെയ്തു. നിൻ്റെ ഡാഡി പറഞ്ഞത് ശരിയാണ്. ആദിക്ക് ഗൗരി അത്രമേൽ പ്രിയപ്പെട്ടവളാണ് എന്നാണ് എനിക്കുള്ള അറിവ് എന്ന് ഗിരി പറഞ്ഞു. എന്തായാലും നോക്കട്ടെ. സാഹചര്യം നമ്മുടെ കൂടെ നിന്നാൽ നമ്മൾ നാളെ തന്നെ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കും. രാവിലെ ആദി എണ്ണീറ്റപ്പോൾ മോനെയും ഗൗരിയെയും അടുത്തു കാണാനില്ലായിരുന്നു. മോൾ തന്നോട് ചേർന്ന് കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്ത ശേഷം ബാത്റൂമിൽ പോയി ഫ്രഷായി താഴേക്ക് പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെയും ലച്ചുവിനെ കാണാതെ വന്നപ്പോൾ ആദ്യ നിത്യയോട് ചോദിച്ചു, മമ്മി, ലച്ചുവും മോനും എന്തേ? നല്ല ഡാഡി. നീ ഇന്നലെ മോൻ്റെ കരച്ചിലൊന്നും കേട്ടില്ലേ? ഇല്ല മമ്മി, ഞാൻ ഇന്നലെ നല്ല ടയേർഡായിരുന്നു. എന്തു പറ്റി മോന്? മോന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, കൂടാതെ നിർബന്ധവും. മോൾ ഉണരണ്ട എന്ന് കരുതിയാവും ഗൗരി മോനുമായി നീതുവിൻ്റെ റൂമിലേക്ക് വന്നത്. നീതു എന്തൊക്കെയോ മരുന്ന് കൊടുത്തു. വെളുപ്പിനാണ് മോനൊന്ന് ഉറങ്ങിയത്. ഞാൻ മോനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആദി നീതുവിൻ്റെ റൂമിലേക്ക് പോയി. ആദ്യ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മോനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഗൗരിയെയും നീതുവിനെയുമാണ്. മോൻ്റെ നെറ്റിയിൽ ഒരു തുണി നനച്ചിട്ടിട്ടുണ്ട്. ആദി പതിയെ മോൻ്റെ നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കി. ഇപ്പോഴും ആളിന് നല്ല ചൂടുണ്ട്. ശേഷം ആദി ഗൗരിയുടെ നെറ്റിയിൽ ഒന്ന് മുത്തി. അവൻ്റെ സാമീപ്യം മനസ്സിലാക്കിയ ഗൗരി കണ്ണുകൾ തുറന്നു. ദേവേട്ടാ, എണ്ണീറ്റോ? ഞാൻ ഗ്രീൻ ടീ എടുക്കാം. വേണ്ട ലച്ചു, നീ എന്താ മോന് വയ്യാഞ്ഞിട്ട് എന്നെ വിളിക്കാനേ? എനിക്കറിയില്ലേ ദേവേട്ടന് ഇന്നത്തെ പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. ഉറക്കം നിന്നാൽ ഏട്ടന് തലവേദന വരുമെന്നും. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ വിളിക്കാനത്. പിന്നെ ഏട്ടൻ എന്തിനാ പേടിക്കുന്നത്? ദാ കിടക്കുന്നത് കണ്ടില്ലേ കുട്ടികളുടെ ഡോക്ടർ. അവൾ പാരസിറ്റമോളൊക്കെ കൊടുത്തു, എന്നിട്ടും കുറവില്ലായിരുന്നു. അവസാനം നീതു ഒരു സപ്പോസിറ്റർ വെച്ചു കൊടുത്തു. അപ്പോഴാണ് ഒന്ന് ചൂട് കുറഞ്ഞത്. പിന്നെ ഞാനും അവളും മാറി മാറി തുണി നനച്ചിട്ടു. ഇപ്പോഴാണ് മോനൊന്ന് ഉറങ്ങിയത്. രാവിലെ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ
ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് നീതു പറഞ്ഞു. എന്നാൽ ലച്ചു, നീ കുറച്ചുകൂടി കിടന്നോ, ഞാൻ പോവാൻ റെഡിയാവട്ടെ, ജിത്തു ഇപ്പോൾ ഇങ്ങെത്തും. പിന്നെ ലച്ചു, നീ ഇന്ന് ഡ്യൂട്ടിക്ക് കയറണ്ട, മോനെ കാണിച്ചിട്ട് നേരെ വീട്ടിൽ വന്നോണം. അല്ലേലും ഞാൻ ഇന്ന് ലീവ് എടുക്കാനിരിക്കുക. മോന് വയ്യാത്തതുകൊണ്ട് നല്ല നിർബന്ധമായിരിക്കും. രണ്ടാളെയും കൂടി ആൻറ്റിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ശരി, എന്നാൽ നീ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് ആദ്യ റൂമിൽ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞതും ജിത്തു വന്നു. അപ്പോഴേക്കും ആദ്യ റെഡിയായി താഴേക്ക് വന്നിരുന്നു. അവൻ്റെ കയ്യിൽ മോളും ഉണ്ടായിരുന്നു. മോൾ ജിത്തുവിനെ കണ്ടതും തുത്തുമാമ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചാടി. അല്ലടാ, ഗൗരിയെയും മോനെയും കണ്ടില്ലല്ലോ. മോന് നല്ല ടെമ്പറേച്ചർ ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരുക്കുന്നു. നീ അവരെ കാണാനിട്ടല്ല ചോദിച്ചതെന്നറിയാം. നീ ഇൻഡയറക്റ്റ് ആയിട്ട് നീതുവിനെ അല്ലേ ചോദിച്ചത്? ഏയ് അല്ലടാ. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് മോൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന്. നീതുവിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചെന്ന് തുറന്നു പറയാൻ നോക്ക്. ഡാ ആദി, നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. അവൾ ബ്ലാക്ക് ബെൽറ്റാ. ഞാൻ ഇന്നലെ നേരിട്ട് അനുഭവിച്ചതാ. ഇനി ഞാൻ അവളോട് പ്രേമമാണെന്ന് ചെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ എൻ്റെ എല്ലുകളുടെ എണ്ണം കൂട്ടും. തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. നീ ഗൗരി വഴി അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് തരണേ പ്ലീസ് ഡാ. ഞാൻ ചോദിക്കാം. വാ, നമുക്ക് ഫുഡ് കഴിച്ചിട്ടിറങ്ങാം. അറിയാമല്ലോ, ഇന്നത്തെ പ്രൊജക്റ്റ് പ്രസൻറ്റേഷന് ആരവിൻ്റെ കമ്പനിയുമുണ്ട്. ശേഷം ആദ്യവും ജിത്തുവും ഫുഡൊക്കെ കഴിച്ച് മോളെ നിത്യയെ ഏൽപ്പിച്ച് അവർ പോയി. ആദ്യവും ജിത്തുവും പോയതിന് ശേഷമാണ് നീതുവും ഗൗരിയും മോനുമായി ഇറങ്ങി വന്നത്. അവരെ കണ്ട് നിത്യ പറഞ്ഞു, അവരിപ്പോഴങ്ങോട്ട് പോയത്. ഗൗരിമോൾ ഇന്ന് ഡ്യൂട്ടിക്ക് കയറണ്ട എന്ന് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അലക്സ് വരുമെന്നും പറഞ്ഞു. ശേഷം അലക്സിൻ്റെ കൂടെ നീതുവും ഗൗരിയും മോനുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് മോൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുത്തതിന് ശേഷം ഗൗരി നീതുവിൻ്റെ ക്യാബിനിൽ തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഇതേ സമയം നീതു റൗണ്ട്സിന് പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു നേഴ്സ് ഓടി വന്ന് പറയുന്നത്, ഡോക്ടർ വേണുവിൻ്റെ പേഷ്യൻറ്റിന് കുറച്ച് സീരിയസ് ആണ്. ഡോക്ടർ ഇന്ന് ലീവാണ്. ഇന്ന് കാർഡിയോളജി ഡോക്ടേഴ്സ് ആരുമില്ല. മേഡത്തിന് പറ്റുമെങ്കിൽ ഒന്ന് നോക്കുമോ? ഈ സമയം അവൾ ഒരു ഡോക്ടറായി ചിന്തിച്ചു. തൻ്റെ കടമയാണ് ജീവൻ രക്ഷിക്കുക എന്നത്. അതിനുവേണ്ടി തന്നാലാവുന്നത് ശ്രമിക്കണം. ശേഷം ഗൗരി പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മോനെ എന്ത് ചെയ്യും? ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി, നീതു വരുമ്പോൾ അവളെ ഏൽപ്പിച്ചാൽ മതി മോനെ എന്ന് പറഞ്ഞ് ഗൗരി ആ പേഷ്യൻറ്റിനെ കാണാൻ പോയി. എന്നാൽ ആ നിമിഷം അവൾ അറിഞ്ഞില്ല ഇത് തനിക്കുള്ള ട്രാപ്പാണെന്ന്. ഗൗരി ചെന്നപ്പോൾ ശരിക്കും ആ പേഷ്യൻറ്റിന് സീരിയസ് ആയിരുന്നു. ഡോക്ടർ പോയില്ലായിരുന്നോ? ഞങ്ങൾ ഡോക്ടറെ വിളിക്കാൻ പോവുകയായിരുന്നു എന്നൊക്കെ ഒരു നേഴ്സ് പറഞ്ഞു. എന്നാൽ ഗൗരി അതൊന്നും ശ്രദ്ധിക്കാതെ ആ പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹത്തിന് അർജൻറ്റായിട്ട് ഒരു സർജറി വേണമായിരുന്നു. ഗൗരി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞു. ശേഷം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. മോൻ നീതുവിൻ്റെ അടുത്താണല്ലോ എന്ന വിശ്വാസത്തിൽ ഗൗരി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. എന്നാലും അവളുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നതായി അവൾക്ക് തോന്നി. എന്തോ ഒരാപത്ത് സംഭവിക്കാൻ പോകുന്നത് പോലെ. എന്നാലും നീതുവിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി ഗൗരി ഫോൺ എടുത്തതും എല്ലാം റെഡിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരു നേഴ്സ് വന്നു. ശേഷം ഗൗരി ഫോൺ അവിടെ വെച്ചതിന് ശേഷം തിയേറ്ററിലേക്ക് പോയി. 3 മണിക്കൂർ നീണ്ട ഒരു സർജറി ആയിരുന്നു. ഇതേ സമയം OP ഒക്കെ കഴിഞ്ഞ് നീതു മോൻ്റെ ബ്ലഡ് റിസൾട്ട് ചെക്ക് ചെയ്യുകയായിരുന്നു. പ്രസവിച്ചില്ലേലും നീതുവിന് സ്വന്തം മോൻ തന്നെയാണ് ആയുഷ്. ഒരു അമ്മയുടെ മനസ്സോടെ തന്നെയാണ് അവൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. മോന് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായി വരും. ഈ ഗൗരി എവിടെ പോയി? ഇവിടെ ഇരിക്കാൻ പറഞ്ഞാണല്ലോ ഞാൻ പോയത് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു നേഴ്സ് അങ്ങോട്ട് വന്നത്. നീതു അവരോട് ചോദിച്ചു, ഡോക്ടർ ഗൗരിയെ കണ്ടോ? ഗൗരി ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്.
അർജൻറ്റായിട്ട് ഒരു സർജറി വേണമായിരുന്നു. വേറെ കാർഡിയോളജി ഡോക്ടേഴ്സൊന്നും ആ സമയത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഗൗരി ഡോക്ടറാണ് ചെയ്തത്. എന്നിട്ട് സർജറി കഴിഞ്ഞോ? ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഡോക്ടർ. താൻ ഗൗരിയുടെ മോനെ കണ്ടോ? ഇല്ല ഡോക്ടർ, മാഡം വന്നപ്പോൾ കയ്യിൽ കുഞ്ഞില്ലായിരുന്നു. ഇത് കേട്ട് നീതു ഞെട്ടി. പിന്നെ മോൻ എന്തേ എന്ന് മനസ്സിൽ ചോദിച്ചുകൊണ്ട് നീതു ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു. നീതു അവിടെ ചെല്ലലും ഗൗരി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുപോലെയായിരുന്നു. നീതുവിൻ്റെ അണപ്പ് കണ്ട് ഗൗരി കളിയാക്കി ചോദിച്ചു, എന്തു പറ്റി നീതു? നിന്നെ പട്ടി വല്ലതും ഓടിച്ചോ? ഡി ഗൗരി, മോൻ എന്തേ? നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ സർജറിക്ക് കയറിയത്. ഗൗരി, നീ തമാശ പറയാതെ. അതിന് ഞാൻ കുഞ്ഞിൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുത്തതിന് ശേഷം നിങ്ങളെ എൻ്റെ ക്യാബിനിൽ ഇരിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതിനുശേഷം ഞാൻ നിന്നെ കണ്ടതേയില്ലല്ലോ. ഓ, അപ്പോൾ നിന്റെ ആ നേഴ്സില്ലേ ആമി, അവൾ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തന്നില്ലേ? അവൾക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞില്ലേ? അപ്പോൾ അവളുടെ കയ്യിൽ കാണും. ഗൗരി പറയുന്നത് കേട്ട് നീതു ഞെട്ടി. ഡി ഗൗരി, നീ എന്താ പറയുന്നത്? നീ കുഞ്ഞിനെ നേഴ്സ് ആമിയുടെ കയ്യിൽ കൊടുത്തെന്നോ? അവൾ ഇവിടുന്ന് റിസൈൻ ചെയ്തു. ഇത് കേട്ട് ഞെട്ടിയത് ഗൗരിയായിരുന്നു. സത്യവാ നീതു, കാഷ്വാലിറ്റിയിൽ ഡോക്ടർ വേണുവിൻ്റെ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ ആണ് എന്ന് എന്നെ അറിയിച്ചതും കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞതും എല്ലാം അവളായിരുന്നു. ഞാനത് വിശ്വസിച്ചു പോയി. നീ വരുമ്പോൾ കുഞ്ഞിനെ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. നീതു, എൻ്റെ മോൻ എന്തേടി എന്ന് പറഞ്ഞ് ഗൗരി ചലനമറ്റ് താഴേക്ക് വീഴാൻ പോയതും നീതു അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കുറേ നേഴ്സന്മാർ ഓടി വന്നു. അവരുടെ കൂടെ സഹായത്തോടെ ഗൗരിയെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. നീതു അവളെ ചെക്ക് ചെയ്തു. BP ഷൂട്ടായതായിരുന്നു. നീതു ഫോൺ എടുത്ത് ആദിയെയും ചിത്തുവിനെയും മാറി മാറി വിളിച്ചു. മീറ്റിങ്ങിൽ ആയതുകൊണ്ട് തന്നെ രണ്ടാളുടെയും ഫോൺ സൈലൻറ്റിലായിരുന്നു. അപ്പോഴാണ് ഗൗരിയുടെ ഫോണിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നത്. നീതു ഗൗരിയെ നോക്കിയപ്പോൾ ആൾ നല്ല മയക്കത്തിലാണ്. രണ്ടും കൽപ്പിച്ച് നീതു കോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. തുടരും. നാളെ സ്റ്റോറി ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് മോളുമായിട്ട് ഹോസ്പിറ്റൽ വരെ പോകേണ്ടതായിട്ടുണ്ട്. എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടൈം കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.